ബിഗ് ബോസ് മലയാളം സീസൺ 7 വോട്ടിംഗ് റിസൾട്ടാണെന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള 11 മത്സരാർത്ഥികളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വോട്ടിങ്ങിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ വോട്ടും വളരെയധികം നിർണായകമാണ്. ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനെ വോട്ട് ചെയ്ത് അവരെ ഈ സെക്കൻഡ് വീക്ക് അവരെ സേഫ് ആക്കുകയും ചെയ്യണം. വരും മണിക്കൂറുകളിൽ കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടെ ചെയ്യുക. ഒന്നാം പൊസിഷനിൽ ഷാനവാസാണ് തുടരുന്നത്. അനുമോളെ വെട്ടിച്ചുകൊണ്ടാണ് ഷാനവാസ് ഒന്നാം പൊസിഷനിലോട്ടായിരിക്കുന്നത്. ഷാനവാസ് ഒരു വൻപിച്ച വോട്ടിംഗ് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7876 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷാനവാസ് ഒന്നാം പൊസിഷനിൽ നിൽക്കുന്നത്. രണ്ടാം പൊസിഷനിൽ അനുമോളാണ് തുടരുന്നത്. അനുമോളുടെ വോട്ടെന്ന് പറഞ്ഞാൽ 6998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം പൊസിഷനിൽ നിൽക്കുന്നത്. അനുമോൾക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒന്നാം പൊസിഷനിൽ നിന്ന് അനുമോൾ ഇപ്പോൾ രണ്ടാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുകയാണ്. മൂന്നാം പൊസിഷനിൽ ഗിസേൽ തക്രയാണ് തുടരുന്നത്. അവർക്ക് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 6867 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഗിസേൽ തക്ര മൂന്നാം പൊസിഷനിൽ നിൽക്കുന്നത്. ഗിസേൽ തക്ര അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറുകളിൽ. നാലാം പൊസിഷനിൽ ആര്യൻ കത്രികയാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് 6125 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം നാലാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ന് നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ആര്യൻ്റെ വോട്ടുകളിൽ കാണാം. ഇന്ന് അദ്ദേഹം നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അഞ്ചാം പൊസിഷനിൽ ബിന്നിയാണ് ഉള്ളത്. അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ 6009 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവർ അഞ്ചാം പൊസിഷനിൽ നിൽക്കുന്നത്. ആറാം പൊസിഷനിൽ നെവിനാണ്. 5456 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ആറാം പൊസിഷനിൽ നിൽക്കുന്നത്. നിവിൻ അട്ടിമറി മുന്നേറ്റമാണ് ഈ ദിവസം കാഴ്ചവെച്ചിരിക്കുന്നത്. വോട്ടുകളുടെ ലെവലിൽ നിവിൻ നല്ല രീതിയിലുള്ള മുന്നേറ്റം വോട്ടുകളിൽ കണ്ടിട്ടുണ്ട്. ഏഴാം പൊസിഷനിൽ നോറ ആദില അവരാണ് ഏഴാം പൊസിഷനിൽ നിൽക്കുന്നത്. അവർക്ക് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 5236 എന്നുള്ള കൂറ്റൻ വോട്ട് നേടിയാണ് ഏഴാം പൊസിഷനിൽ നിൽക്കുന്നത്. തുടക്കത്തിൽ കണ്ടുവന്ന ആ വോട്ടിംഗ് മുന്നേറ്റം ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എട്ടാം പൊസിഷനിൽ അപ്പാനി ശരത്താണുള്ളത്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 5089 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അപ്പാനി ശരത്ത് എട്ടാം പൊസിഷനിൽ നിൽക്കുന്നത്. നേരത്തെയൊക്കെ നല്ല രീതിയിലുള്ള ഡേഞ്ചർ പൊസിഷനിൽ നിന്ന അപ്പാനി ശരത്ത് ഇപ്പോൾ എട്ടാം പൊസിഷനിലേക്ക് സേഫ് സോണിലായിട്ടൊക്കെ മാറിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ ഡേഞ്ചർ പൊസിഷനിലായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെയും ഡേഞ്ചർ പൊസിഷനിലായിരുന്നു. ഈ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്രയും വോട്ടുകൾ കയറി എട്ടാം പൊസിഷനിലോട്ട് മാറിയിരിക്കുകയാണ്. ഒമ്പതാം പൊസിഷനിൽ അക്ബറാണ്. എട്ടാം പൊസിഷനിൽ നിന്ന് അക്ബറാണ് ഇപ്പോൾ ഒമ്പതാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 4980 വോട്ടുകളാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത്. അക്ബർ നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഈ വരും മണിക്കൂറുകളുള്ള വോട്ട് അക്ബറിന് നല്ല രീതിയിലുള്ള നിർണായക വോട്ടിങ്ങാണ് അക്ബറിന് വരാൻ പോകുന്നത്. പത്താം പൊസിഷനിൽ ശൈത്യ സന്തോഷാണ്. 4877 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പത്താം പൊസിഷനിൽ. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് വോട്ടിംഗ് അവസാനിക്കാൻ ദിവസങ്ങളായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡേഞ്ചർ പൊസിഷനിൽ നിൽക്കുന്ന ശൈത്യ സന്തോഷ് ഇപ്പോഴും 11 അല്ലെങ്കിൽ 10ാം സ്ഥാനം. ഇങ്ങനെ മാറി തിരിഞ്ഞ് വരുന്നതല്ലാതെ 6ലും 5ലും ഒന്നും ആയിട്ടില്ല സ്ഥാനങ്ങൾ. 11ാം പൊസിഷനിൽ RJ ബിൻസിയാണ് തുടരുന്നത്. അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറഞ്ഞാൽ 4789 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 11ാം പൊസിഷനിൽ നിൽക്കുന്നത്. RJ ബിൻസി വളരെയധികം ഡേഞ്ചർ പൊസിഷനിലാണ്. ഈ തവണത്തെ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് RJ ബിൻസി. ഈ തവണ 2 പേരാണ് പുറത്തു പോകാനുള്ള ചാൻസ് ഉള്ളത്. ഒന്നുകിൽ RJ ബിൻസി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ശൈത്യ. ഇവർ 2 പേരിൽ ഒരാളായിരിക്കും. ഇവർ 2 പേരും ചിലപ്പോൾ പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു ഹിൻറ്റ് കൊടുത്തായിരുന്നു. ഇവർ 2 പേരായിരിക്കും നോമിനേഷനിൽ അടുത്ത ആഴ്ച പുറത്തു പോകാൻ ചാൻസ് ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു.